കാവ്യവൽക്കരണം തുടങ്ങി അന്നാരെ പറഞ്ഞതേ ഉള്ളൂ ഈ BJP എങ്ങും വിജയിപ്പിക്കരുതെന്ന്. ഇപ്പം കിട്ടിയില്ലേ, കണക്കായിപ്പോയി. തിരുവനന്തപുരത്താണ്ടെ ഹരിതകർമ്മസേനയുടെ യൂണിഫോം ഓറഞ്ച് നിറമാക്കി. കണ്ട, അതെ, നിങ്ങൾക്ക് ആർക്കും RSSനെ കുറിച്ച് അറിയാൻ മേലാത്ത ഒരു രഹസ്യം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് പരമ രഹസ്യമായിരിക്കണം, ആരോടും പറയാനൊന്നും പോകരുത്. അതായത് ഈ RSSൻ്റെ ഈ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലെ ഇന്ത്യയെന്നോ അല്ല കേരളത്തിൽ നിന്നോ ഒന്നും അല്ല ഇമാരുടെ പരിപാടി. ഇവരുടെ ഈ കാവ്യവൽക്കരണം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. നിങ്ങൾ യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കിക്കേ. അവിടുത്തെ കാവികൾ കണ്ടോ? 1 1 1 1 2 2 2 2 3 3 3 3 4 4 4 4 5 5 5 5 6 7. തക്കാലം ഇത്ര മതിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇവർ നമ്മുടെ നാട്ടിൽ നിന്നൊന്നും അല്ല ഇവർ കാവ്യവൽക്കരണം തുടങ്ങിയത്. അവരങ്ങനെ തുടങ്ങി, വിദേശത്തു നിന്നാണ് അവരുടെ കാവ്യവൽക്കരണം. മനസ്സിലായോ? അവിടുന്ന് കാവ്യ ഇങ്ങനെ വൽക്കരിച്ച് ഇന്ത്യയിൽ ഏകദേശം ഒരു സ്ഥലത്തെത്തി. എന്നാലും നമ്മൾ കേരളത്തിൽ അടുപ്പിച്ചില്ലേ? കാരണം കേരളം എന്ന് പറഞ്ഞാൽ മതേതരത്വം തുളമ്പുന്ന ഒരു സംസ്ഥാനമാണ്. അറിയാലോ, ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അവസാനമാണ് വന്നത്. കാരണം കേരളത്തിൽ അറിയാലോ, എൻ്റെ കാവിക്കോടി ഒന്ന് കുത്തടങ്ങി ഇച്ചിരി വിറയ്ക്കണം അങ്ങനെ. പക്ഷെ അവന്മാർ അവസാനം തിരുവനന്തപുരത്ത് വന്നു നൈസായിട്ട് പണിയും തുടങ്ങി. കണ്ടോ, ഇത് എവിടുന്ന് തുടങ്ങിയതാണ്? നിങ്ങൾ വിചാരിച്ച പോലെ ഇന്ത്യയിലൊന്നും അല്ല, അങ്ങോന്ന് വന്നതായ സാധനം. ഇനി കിട്ടാൻ കിടക്കുന്നേ എനിക്കൊന്നും അറിയണ്ട. അല്ല പിന്നെ തൽക്കാലം ഇത്ര മതിയല്ലേ? ഊതിയതാണല്ലേ? അതെ, ശരിക്കും ഊതിയത് തന്നെയാ. അതെ, നിങ്ങളൊന്ന് ആലോചിക്കുക, പല കൺട്രികളിലും അതുപോലെ തന്നെ എത്ര ദൂരേന്ന് വരെ കാണാവുന്നൊരു കളറാണ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത് ഈ ഓറഞ്ച് സെലക്ട് ചെയ്തത്. പോരാത്തന്നെ അതിൻ്റെ അത് റിഫ്ലക്ടറും ഉണ്ട്. ഇനി നമുക്ക് ഈ മലയാള മനോരമ എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ എൻ്റെ പൊന്നെ, ശരിക്കും പറഞ്ഞാൽ ഈ ഹരിതകർമ്മസേനയിലെ അമ്മമാരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആൾക്കാരാണ് ഈ മലയാള മനോരമ പോലുള്ള പ്രമുഖ മാധ്യമങ്ങൾ നോർത്തോണേ. പക്ഷെ അവരവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. ഈ വാർത്ത ഒന്ന് കേട്ട് നോക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഹരിതകർമ്മസേനയ്ക്ക് ഇനി പച്ചയില്ല, പകരം കാവിയാണ്. കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ഭരണസമിതിയാണ് കാവി യൂണിഫോം വിതരണം ചെയ്തത്. 2017 ഹരിത കേരള മിഷന്റെ കീഴിൽ ഹരിതകർമ്മസേന രൂപം കൊണ്ടതു മുതൽ പച്ച നിറമാണ് യൂണിഫോം കോട്ടിന്. യൂണിഫോം കിട്ടി അന്ന് തൊട്ടേ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം. നമ്മളിപ്പോൾ 5 വർഷമായി ഇത് തുടങ്ങിയിട്ട്. 5 വർഷം കൊണ്ട് ഞങ്ങൾ ഈ പച്ച തന്നെയാണ് ഇടുന്നത്. തൊപ്പി വന്നിട്ട് മഞ്ഞ തൊപ്പിയാണ്, ഷൂ വന്നിട്ടാണെങ്കിൽ കറുപ്പ് ഷൂ ആണ്. ആണുങ്ങളെ ചെരുപ്പ് കണക്കത്തെ കെട്ട് ചെരുപ്പാണ്. അത് നമ്മളെന്തെങ്കിലും ഒരു കോമാളി വേഷം കെട്ടുകണക്കാണ് അത് നമുക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ യൂണിഫോത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഹരിതകർമ്മസേനയ്ക്ക് ഞങ്ങൾക്ക് പച്ച അത് മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രതിഫലനം കൂടുതലുള്ളതിനാലാണ് ഈ നിറം തിരഞ്ഞെടുത്തതെന്നാണ് മേയറിന്റെ ന്യായം. ഏതായാലും തിരുവനന്തപുരം സ്വദേശികൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലെത്തുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ പച്ചയോ കാവിയോ അണിഞ്ഞേക്കാം. യൂണിഫോമിലെ യൂണിഫോമിറ്റി പ്രതീക്ഷിക്കേണ്ട. എന്റെ പൊന്നു മനോരമ, നിങ്ങളെ സ്തുതിക്കുക. ഇതുപോലെ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. അവസാനം പറഞ്ഞു കേട്ടോ. എന്തായാലും തിരുവനന്തപുരം നിവാസികളൊന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ വീട്ടിലെത്തുന്ന ഹരിതകർമ്മസേനകൾ ചിലപ്പോൾ പച്ചയായിരിക്കും, ചിലപ്പോൾ കാവിയായിരിക്കാന്ന്. കാവി എന്നൊക്കെ പറഞ്ഞോട്ടെ, അല്ല ഓറഞ്ച് എന്ന് പറയാത്തല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ പച്ചയായിരിക്കാം, ചിലപ്പോൾ കാവി. പച്ച മലയാളമാണല്ലോ, അതുകൊണ്ട് ചിലപ്പം അങ്ങനെ പറഞ്ഞായിരിക്കും അല്ലേ? എന്നിട്ട് പറയുക, അവർ യൂണിഫോമിലെ യൂണിഫോമിറ്റി നിങ്ങൾ ശ്രദ്ധിക്കരുതേ. ചിലർ ഓറഞ്ച് ആയിരിക്കാം, അല്ല ചിലർ കാവിയായിരിക്കാം, ചിലർ പച്ചയായിരിക്കാം. ഇങ്ങനെ കുത്തിത്തിരിപ്പ് സമ്മതിക്കണം കേട്ടോ. അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങൾ ശരിക്കും പറഞ്ഞാലേ. എന്തോന്നാ ഇങ്ങനെ? എന്നിട്ട് VV രാജേഷിനോട് ചോദിച്ചപ്പോൾ VV രാജേഷ് പറഞ്ഞു ഇന്ന പോലെ പ്രതിഫലനം കൂടുതലുള്ളതുകൊണ്ടാണെന്ന്. ന്യായെന്ന്. പ്രതിഫലനം കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലാളികളൊക്കെ നിങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ നോക്ക്. ഇത്തരത്തിലുള്ള തൊഴിലാളികളെല്ലാം ധരിക്കുന്നത് ഇതുപോലുള്ള ഓവർകോട്ട് ഇതുപോലുള്ള ജാക്കറ്റുകൾ അവർ ഇടാറുണ്ട്. മനസ്സിലായോ? ഈ ഓറഞ്ച് നിറത്തിലുള്ളത് അതൊന്നും കാണുന്നില്ലേ? ഉടനെ ആ നിറം അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ പിന്നെ മഞ്ഞ വല്ലായിരുന്നു. ഇനിയിപ്പം മറ്റേ SNDP-ക്കാരോ തലേ കയറിയാണേ. ശരിക്കും പറഞ്ഞാൽ ഈ ഹരിതകർമ്മസേനയിലുള്ള ചേച്ചിമാരെ അമ്മമാരെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് ഷൂസ് ഇടുമ്പോൾ ആണുങ്ങളുടെ ഷൂസാണ്, അങ്ങനെയാണ് നമ്മൾ കോമാളി വേഷം കെട്ടുന്നത്, അങ്ങനെയൊക്കെയാണ് ഒരു ചേച്ചി പറഞ്ഞത്. എൻ്റെ പൊന്നു ചേച്ചിമാരെ, ഇത് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഈ ഹെൽമെറ്റും ബൂട്ടും ഒക്കെ തരുന്നത്. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹരിതകർമ്മസേനയായിട്ട് ചിലർ ഈ ഗ്ലൗസ് ഇടും. എന്ത് ഗ്ലൗസ് ആണല്ലോ? സാധാരണ സർജിക്കൽ ഗ്ലൗസ് ഒക്കെ ഇടുന്നത്, എന്നിട്ട് കീറിയൊക്കെ ഇരിക്കുന്നത്. വലിയ ഗ്ലൗസ് ഉണ്ടല്ലോ, അതൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ ഈ കാടും പടലൊക്കെ വെട്ടുമ്പോഴത്തേക്കും ചുമ്മാ സാധാരണ ചെരുപ്പ് ഇട്ടുകൊണ്ടൊക്കെ ഇറങ്ങുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ വെട്ടുകാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ കുറച്ചിങ്ങനെ മേലോട്ടുള്ള സൈസ് ഷൂസ് ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കണം. പിന്നെ ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സാധനം, അതൊക്കെ മേളിൽ നിന്നൊക്കെ വല്ലതും വന്ന് വീണ് കഴിഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ്, അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കാതെ ഈ പറഞ്ഞ ഷൂസ് എന്നൊക്കെ പറഞ്ഞാൽ കാലിൽ എന്തെങ്കിലും കുത്തി കയറാതിരിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാൽ അധികം അപകടം ഉണ്ടാകാതിരിക്കാനോട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ നമ്മളത് അംഗീകരിക്കണം.
അല്ലാതെ കണ്ട് നമുക്ക് പഴയ രീതിയിൽ ഈ സ്ലിപ്പർ ഇട്ടുകൊണ്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് ഇപ്പം മഴക്കാലം കൂടിയാണ്. മഴക്കാലത്ത് ഈ സ്ലിപ്പർ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ പുറകിൽ നിന്ന് ചെള്ള അടിച്ചിട്ട് നിറകുന്തല വരെ ചെള്ള തെറിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞ. പക്ഷേ ഈ ഷൂസൊക്കെ ഇടുന്നതിൽ ആ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. പിന്നെ ഈ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാരുണ്ട്, അവർ ഇതുപോലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുക്കാറില്ല. വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഒരു സുരക്ഷയില്ല, ഒരു ഹെൽമെറ്റ് ഇല്ല, പിന്നെ ഒരു ബെൽറ്റ് പോലെ ആരെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതും ഒന്നും ഇടാതെയൊക്കെ ചുമ്മാ നിൽക്കുക. അത് വലിയ ഈ പൈപ്പിൻ്റെ ഒക്കെ മണ്ടയിലോട്ട് ഇങ്ങനെ വലിയ ബാലൻസിങ് കാണിച്ച് ഇങ്ങനെ നടക്കുക. തലയും കുത്തി താഴെ വീണ് കഴിഞ്ഞാൽ ആർക്ക് പോയി? അതേസമയം ഇവർ വേറെ ഏതെങ്കിലും നാട്ടിൽ ചെന്നാലോ, യൂറോപ്യൻ കൺട്രിയിലോട്ടോ ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഹെൽമെറ്റ് ഉപയോഗിക്കും, ഈ പറഞ്ഞ ഓറഞ്ച് കളർ കാവി കളർ ജാക്കറ്റ് ഇടും, പിന്നെ ഷൂസ് ഉപയോഗിക്കും, എല്ലാം കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള യൂണിഫോമും ഇതുപോലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ഒക്കെ പാലിക്കുമ്പോൾ എന്തോ ഒരു നാണക്കേട് പോലെയാണ് നമ്മുടെ നാട്ടുകാർക്ക്. അതാണ് ഈ കുഴപ്പം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മനോരമ പോലുള്ള പ്രമുഖ മാധ്യമങ്ങളെ ഇമാതിരി കുത്തിത്തിരിപ്പും കാര്യങ്ങളുമായിട്ട് ഇറക്കാതെ അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്.